മതതീവ്രവാദികൾക്കെതിരെ നടപടിയെടുത്തതാൽ മതേതരത്വം തകരുമെന്ന പേടി അയാൾക്കില്ല. മാധ്യമങ്ങൾ എന്തു പറയുന്നു, മനുഷ്യാവകാശക്കാർ എന്ന് പറയുന്നവർ എന്തു പറയുന്നു, ഐക്യരാഷ്ട്രസഭ എന്തു പറയുന്നു, ന്യൂനപക്ഷം എന്തു പറയുന്നു, മാർപ്പാപ്പ എന്തു പറയുന്നു, കോടതി എന്തു പറയുന്നു എന്നതൊന്നും അയാൾക്കൊരു പ്രശ്നമല്ല. അയാളെ ഏകാധിപതി എന്ന് വിളിച്ചാലൊന്നും അയാൾ മൈൻഡ് ചെയ്യില്ല. ലോകം മുഴുവൻ എതിരായി നിന്നാലും അയാൾ കുലുങ്ങില്ല. ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങൾ നല്ല വെടിപ്പായി തന്നെ ചെയ്യും. അയാൾക്ക് അയാളുടെ രാജ്യമാണ് വലുത്. സ്വന്തം രാജ്യത്ത് തീവ്രവാദികളെ അഴിഞ്ഞാടാൻ അയാൾ വിടില്ല. അനധികൃത കുടിയേറ്റക്കാരെ കയ്യാമം വെച്ച് അയാൾ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുന്നു. അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് ഇസ്രായേൽ എന്ന് അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ജൂതവിരുദ്ധത കാണിച്ചാൽ എല്ലാത്തിനെയും പുറത്താക്കും എന്ന് പറയുക മാത്രമല്ല, പ്രവർത്തിച്ചും കാണിക്കുന്നു. അള്ളാഹു അക്ബർ വിളികളോടെ സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി പീഡിപ്പിച്ചുകൊല്ലുകയും എന്നിട്ട് അവരുടെ മൃതദേഹങ്ങളിൽ തുപ്പുകയും ചവിട്ടുകയും ചെയ്ത് ആഹ്ലാദിച്ച, തടവിൽ പിടികൂടിയ ഇസ്രായേലി വനിതകളെ ലൈംഗികമായി ഉപദ്രവിച്ച ഹമാസ് എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അമേരിക്കൻ തെരുവിലിറങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും നാട് കടത്താൻ ട്രംപ് ഉത്തരവിട്ടു കഴിഞ്ഞു. ഹമാസ് അനുകൂലികളായ ഇന്ത്യക്കാരെ കൈയിലും കാലിലും ചങ്ങലക്കിട്ട് ബന്ധിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചുകൊണ്ടുവരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇസ്രായേലിന് ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും സംഘടനകൾക്കുമുള്ള ധനസഹായം അമേരിക്ക നിർത്തലാക്കി കഴിഞ്ഞു. അമേരിക്കയുടെ പണവും ടെക്നോളജിയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇനി അനുവദിക്കില്ല. കമ്മ്യൂണിസ്റ്റുകാരെ അമേരിക്കയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൂക്കിൽ പനി വന്നാലും നമ്പർ 1 കേരളത്തിന്റെ ചികിത്സ വേണ്ട, അമേരിക്കൻ ചികിത്സ മതി എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ നികുതിപ്പണമെടുത്ത് അമേരിക്കക്ക് പറക്കുന്ന കമ്മി തമ്പ്രാക്കന്മാർ ഇനി എന്തു ചെയ്യും എന്നാണ് അറിയേണ്ടത്. ജനാധിപത്യത്തിന് ഒത്തിരി പോരായ്മകളുണ്ട് എന്ന് പലരും പറയാറുണ്ട്. അമേരിക്കയും ജനാധിപത്യ രാജ്യമാണ്. അമേരിക്ക അല്ല ഇത് തുടങ്ങിവെച്ചത്. യൂറോപ്യൻ രാജ്യങ്ങളായ ജർമ്മനി, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ തുടങ്ങി അനേകം രാജ്യങ്ങൾ ട്രംപ് ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ് എല്ലാം തുടങ്ങും. ഈ രാജ്യങ്ങളെല്ലാം ജനാധിപത്യ രാജ്യങ്ങളാണ്. എല്ലാവർക്കും അവരവരുടെ രാജ്യതാൽപര്യങ്ങളാണ് വലുത്. സ്വന്തം രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ ബുദ്ധിജീവികൾ എന്തു പറയുന്നു? മതേതര പട്ടം പോകുമോ? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടാതാകുമോ? മനുഷ്യാവകാശക്കാരും മാധ്യമങ്ങളും എന്ത് പറയുന്നു എന്നൊന്നും ഒരു രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ നോക്കാറില്ല. അമേരിക്കയിൽ ആരാധനാലയങ്ങളിൽ വരെയാണ് റെയ്ഡ് എന്നോർക്കണം. അമേരിക്കയുടെ ദേശീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു മാധ്യമവും വാർത്ത കൊടുക്കില്ല. അമേരിക്കയിലെ കോടതികൾക്കും പ്രധാനം അമേരിക്കൻ താൽപര്യങ്ങളാണ്. ജനാധിപത്യത്തിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല തീവ്രവാദ പ്രവർത്തനങ്ങളും തീവ്രവാദികളും ഒരു രാജ്യത്ത് ഉണ്ടാകുന്നത്. മറിച്ച് ജനാധിപത്യം എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്തത് കൊണ്ടാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, നമ്മുടെ പേര് മോശമാകുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ ആ രാജ്യം തീവ്രവാദികളുടെ കൈകളിലെത്തും. തങ്ങളാണ് ഏറ്റവും വലിയ പുരോഗമനക്കാർ എന്ന് ലോകത്തിനു മുന്നിൽ കാണിക്കാൻ വേണ്ടി തീവ്രവാദികളെയും അതിന് പിന്തുണ കൊടുക്കുന്നവരെയും തലോടുന്ന കോടതികളൊക്കെ ലോകത്ത് ഒരേ ഒരു രാജ്യത്ത് മാത്രമേ കാണൂ. മതതീവ്രവാദികൾ വാർത്ത ചാനൽ നടത്തി രാജ്യത്തിനെതിരായ വാർത്ത കൊടുക്കുമ്പോൾ പോലും അത് കുഴപ്പമില്ല എന്ന് പറയുന്ന കോടതികൾ ലോകത്ത് വേറെ എവിടെയുണ്ട്? ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ ഹമാസ് അനുകൂല പ്രകടനം നടത്താൻ സമ്മതിച്ചോ? ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങൾ അവരുടെ നാട്ടിലേക്ക് മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലെ അഭയാർത്ഥികളെ സ്വീകരിച്ചോ? ഇല്ല. അവരൊന്നും അവരുടെ രാജ്യത്തിന്റെ സമാധാനം തകർക്കുന്ന, അവരുടെ സാംസ്കാരിക നിമയെ തകർക്കുന്ന ഒന്നിനെയും സ്വന്തം രാജ്യത്ത് അനുവദിക്കില്ല. എന്നാൽ ഇവിടെയോ? വിശ്വപൗരനാവാൻ, അൾട്രാ മോഡേൺ മനുഷ്യസ്നേഹിയാവാൻ വേണ്ടി മനുഷ്യരെ പച്ചക്ക് കഴുത്തറുത്ത് കൊല്ലുന്ന തീവ്രവാദികളെ ആശ്ലേഷിക്കാനുള്ള തിരക്കിലാണ്. ഈ പോക്ക് പോയാൽ ഇന്ത്യ ഒരു കുരുതിക്കളുമായി മാറാൻ അധികം സമയമൊന്നും വേണ്ട. 90കളിൽ കാശ്മീരിൽ നടന്നത് ഇന്ത്യയൊട്ടുക്കും നടക്കും. ഇതിനെതിരെ ഇന്ത്യൻ ഭരണകൂടം എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ആദ്യം ഭാരതീയനാവുക, എന്നിട്ട് മതി വിശ്വപൗരൻ ആവലും മനുഷ്യസ്നേഹിയാവലും.